സ്വാസിക പ്രേമിന് എഴുതും, പ്രേം സ്വാസികയ്ക്ക് എഴുതും. ഒരു മിനിറ്റ്. ഹലോ ദൈവമേ ഞങ്ങൾ സീനിനെ വിളിക്കണേ. എളുപ്പം വിളിച്ചോ? ആ സീനായോ? അത് സീനായോ? ആയല്ലേ? ഇങ്ങനെയുള്ള പല പരിപാടികളും നമ്മൾ കാണും. പക്ഷെ തളരരുത്, അങ്ങോട്ടേക്ക് തളരരുത്. ആ ലൈനിലാണ് ഞാൻ വിളിക്കട്ടോ. ഇവിടേക്ക് എഴുതി കഴിയാറായി കേട്ടോ. എന്റെ പൊന്നോ, പ്രേമിന് നല്ല എന്താ പറയാ, എഴുതി നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞപ്പോ തന്നെ ഭയങ്കരമായി തകർക്കുന്നുണ്ട്. മൂന്നുപേരെ ഒതുങ്ങുന്നില്ല, കൊറേ എഴുതാണ്ട്. എനിക്ക് പക്ഷെ അങ്ങനെ എനിക്കിപ്പോ സത്യമായിട്ട് എനിക്ക് എഴുതാൻ അറിയില്ല കേട്ടോ. അത് സാരില്ല, അറിയാവുന്നവരൊക്കെ എഴുതിയാൽ മതി. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ഓരോന്ന് പഠിക്കുന്നേ. എനിക്ക് വയ്യ. എന്നാ ഓക്കെ, അപ്പൊ രണ്ടുപേരും എഴുതിയിട്ടുണ്ട്. ഇപ്പം ഭയങ്കര തകർക്കലാണ്. അറിയില്ല. ഞാൻ ഇത് ആർക്കാ ഏതാന്നൊന്നും എനിക്കറിയില്ല. ഡിയർ അങ്ങനെയൊക്കെ എഴുതി നീ, ഡിയർ ഗേൾ ഫ്രണ്ട് എന്നൊക്കെ. ഇത് സ്വാസികയുടെ ഫോണാണ്. വൺ ഡേ യു ആൻഡ് മീ വിൽ ബി ഹസ്ബൻഡ് ആൻഡ് വൈഫ്, യു പ്ലസ് മീ ഈക്വൽ ടു അസ്. ഇതാണ് എന്റെ മനസ്സിലെ ലവ് ലെറ്റർ. കണ്ടല്ലോ അല്ലേ? ഇനി ഇവിടെ അതുപോലെ ചെയ്തില്ല. ഇനി ഇവിടെ ഭയങ്കര വലിയൊരു കഥ വരുന്നുണ്ട്. ഡിയർ ഗേൾ ഫ്രണ്ട്. ഗേൾ ഫ്രണ്ടിന്റെ പേരുണ്ടോ? ഇല്ല. അപ്പുറത്തിരിക്കുന്നതാണോ? I am so glad you are part of my life. I am looking forward to living my life with you forever. I love you. മതി. Oh my God. I love you. I love you. എഴുതാറുണ്ടല്ലേ? അല്ല, I love you ക്ലീഷേ നമുക്ക് പറയാലോ. അതാ ഞാൻ എന്റെ പുതിയത് എങ്ങനെയുണ്ട്? യു പ്ലസ് മീ ഈക്വൽ ടു അസ്. അത് അടിപൊളിയാണ്, അത് അടിപൊളിയാ. യു പ്ലസ് മീ ഈക്വൽ ടു അസ് എന്ന് പറഞ്ഞാൽ ഐ ലവ് യു പോലെയാണ്. എപ്പോഴും ഐ ലവ് യു എഴുതിയിട്ട് പ്ലസ് ഒക്കെ എഴുതാനെടുത്ത സമയം അതുകൊണ്ടാണ് ഇത്രയും നേരം എടുത്തല്ലേടാ. അതുകൊണ്ടാണ് അങ്ങനെയാണ്. അപ്പൊ ഇതിനകത്ത് ആരാണ് വിന്നർ എന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. ഇപ്പൊ ഈ സ്വാസിക ആർമി എല്ലാവരുടെ വരും, സ്വാസികയാണ് വലിയ ഗംഭീരാണെന്ന് പറയാനായിട്ട് അങ്ങനെയില്ല. പക്ഷെ ഇത് ആങ്കർ ആണ് ഇവിടുത്തെ ജൂറി മെമ്പർ. അതാണ്. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി ട്രോഫി പ്രേമിന് തന്നെ. അത്രേ ഉള്ളൂ. നല്ല ശീലമുള്ള ആളാണ്. ധൈര്യമായിട്ട് ട്രോഫി കൊടുത്തു. അത്രേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും മനംപോലെ മംഗല്യ സെറ്റില് മിക്കവാറും ഒരുമിച്ചുണ്ടാവുന്ന രണ്ടാൾക്കാരല്ലേ? നിങ്ങളുടെ രണ്ടുപേരുടെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയും ഏറ്റവും മോശമായ ഒരു ക്വാളിറ്റിയും ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പറയും? ഞാൻ പറയാന്ന്. അതായത് നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ലിസണർ ആണ്. ഇങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ത് പൊട്ട കഥകളാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് അതൊക്കെ പറയണത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ അത് ആ മുഖത്ത് നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ല. അപ്പൊ നമ്മള് പിന്നെയും പിന്നെ കഥകൾ പറയാനായിട്ടുള്ള ഒരു ഇത് അതുണ്ട്. പിന്നെ അതായത് ഭയങ്കര ക്ഷമയുള്ള ആളാണ്. അതിപ്പോ എന്ത് കാര്യത്തിലാണെങ്കിലും നല്ല ക്ഷമ കാണിക്കും. ജോലി ചെയ്യുന്നതിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത വന്നാലൊന്നും ഓവർ റിയാക്ട് ചെയ്ത് അതൊന്നും കൊളാക്കല്. ഭയങ്കര ക്ഷമയോടെ എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കും. എപ്പോഴും ഭയങ്കര എന്താ പറയാ, ഒരു പാവമാണ് എന്ന് നമുക്ക് തോന്നും. തോന്നത്തുള്ളൂ. അഭിനയാണ് അതൊക്കെ. തോന്നല. അല്ല, അങ്ങനെയല്ല, നമുക്ക് ജീവിക്കാണ് അഭിനയിച്ചോണ്ട്.